ചോദ്യം വായിക്കുക. 2, 5, 8 എക്സെട്ര എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിൻ്റെ വർഗ്ഗമാണ് 2500? അപ്പോൾ ഇവിടെ ഏതോ ഒരു പദമുണ്ട്, ആ പദത്തിൻ്റെ വർഗ്ഗമാണ് ഈ ശ്രേണിയിൽ വന്നിരിക്കുന്ന ഒരു പദം. ഇപ്പോൾ 8 എന്ന് പറയുന്ന ഒരു പദമുണ്ട്, അതിൻ്റെ വർഗ്ഗമാണെങ്കിൽ 64. അപ്പോൾ നമുക്ക് വേണ്ടതാണ് 64 അല്ല വേണ്ടത്, 64ൻ്റെ വർഗ്ഗമൂലമായ 8 നമുക്ക് അവിടെ പദമായിട്ട് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ 2500 എന്ന് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ, 2500 എടുക്കണ്ട. 2500 വർഗ്ഗമൂലമായ 50 എന്ന് പറയുന്ന ആൾ ഈ ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് എന്ന് ചെക്ക് ചെയ്താൽ മതി. നമുക്കറിയാം ഇവിടെ ആദ്യ പദം, നമ്മുടെ ശ്രേണിയുടെ ആദ്യ പദം എത്രയാണ്? 2 എന്നാണ്. ഇനി പൊതുവ്യത്യാസം എത്രയാണ്? സമാന്തര ശ്രേണിയാണ്, കണ്ടോ 3 കൂടി പോകുന്നു. 2 + 3 5, 5 + 3 8, അപ്പോൾ 3 കൂടി പോകും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 50 ആണ്. ആ 50 നമുക്ക് AN എന്ന് എടുത്താൽ മതി. 50 അവസാന പദം. ഇനി നമുക്ക് എണ്ണം കണ്ടുപിടിക്കാൻ, എത്രാമത്തെ പദമാണെന്ന് വെച്ചാൽ എണ്ണം കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടല്ലേ. എങ്ങനെയാണ്? AN - A1/D + 1 എന്ന് വെച്ചാൽ അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറക്കണം, ആ കിട്ടുന്ന സംഖ്യയെ പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ആ കിട്ടുന്ന ആൻസറിനോട് 1 കൂട്ടണം. 50ൽ നിന്ന് 2 പോയാൽ 48, 48നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, +1. 48/3 16 ഇനി ഒന്നുകൂടെ കൂട്ടുക, അപ്പോൾ എത്ര കിട്ടാം? 17. അപ്പോൾ 17ാമത്തെ പദമാണ് നമ്മുടെ 50. ആ 50ൻ്റെ വർഗ്ഗമാണ് 2500. ഇപ്പോൾ 2500 ഏതാണെന്നല്ലേ ചേർക്കേണ്ടത്, 50 എന്ന് പറയുന്ന പദമാണ് നമുക്ക് വേണ്ടത്. ഉണ്ടോ? അപ്പോൾ നമ്മൾ 17ാമത്തെ പദമാണ് 50, ആ 50ൻ്റെ വർഗ്ഗമാണ് 2500. അപ്പോൾ നമുക്ക് വേണ്ടത് 17ാമത്തെ പദം, 17 എന്നാണ് ആൻസർ.